2.1K. നീ ഇങ്ങനെ അതിൽ തന്നെ നോക്കിയ വ്യൂസ് ഒന്നും കൂടാൻ പോകുന്നില്ല. കണ്ട പൂച്ചേൻ്റെ സൗണ്ടും പുലിയുടെ വേഷവും ചെയ്യുന്നവർക്കൊക്കെ 10-50 മില്യൺ വ്യൂസാ. നമുക്ക് മാത്രം 2.1K അല്ലേ? നമ്മളെല്ലാ വീഡിയോസും അടിപൊളിയാന്ന് പറഞ്ഞ സൽമത്ത് വരെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ തീരെ പോരാന്ന്. ഇതെന്ത് കോപ്പാന്ന്? ഈ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ. ഇപ്പം തന്നെ നമ്മൾ വീഡിയോയുടെ അത് എഴുതി കാണിക്കുന്നില്ലേ, യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. എന്നിട്ട് എത്ര പേര് വെച്ച് കാണും? പകുതി പേരും വെച്ച് കാണൂലെന്നേ. എന്നിട്ട് ഇവന്മാർ പറയും SFX പോരാ, ക്ലാരിറ്റി പോരാ, സൗണ്ട് പോരാ എന്നൊക്കെ അല്ലേ? ഇങ്ങനെ പോയാലൊന്നും ശരിയാവൂല. നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ വെറുതെ വാവിളിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് മൊഴിയുടെ ശവമേ. ഇവൻ ഇൻട്രോവേർട്ട്. എഡിറ്റിംഗ് അറിയാവുന്ന ഒറ്റ കാരണം കൊണ്ടാ, ഇല്ലെങ്കിൽ പണ്ടേ ഇവനെ ചവിട്ടി പുറത്തിട്ടേനെ. എടാ ശംഭു, നമുക്ക് നമ്മുടെ ടീമിൽ കുറച്ച് പെമ്പിളേർ ആഡ് ചെയ്യണം. പെമ്പിളേർ വന്നാലേ കുറച്ചുകൂടി റീച്ച് കിട്ടും. നിനക്കില്ല ചീത്ത പേരൊന്നും പോരാ അല്ലേ? എടാ അതല്ലടാ, നമ്മൾ ടീം എക്സ്പാൻഡ് ചെയ്താലേ നമ്മൾ ചാനലിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നമുക്കാദ്യം വയറ് ഡെവലപ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് മതി ടീം. എടാ ശംഭു, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമുക്ക് ലേശം കഞ്ഞി കുടിക്കാം. ഏട്ടാ നിന്നോട്. അതെടാ നമുക്കിനി കഴിച്ചിട്ട് സംസാരിക്കാം. എന്നാ കുടിക്കാം. കറി എന്താ ഉള്ള? നല്ല ചൂടുള്ള മീൻകറി അല്ല, നല്ല ചൂടുള്ള പരിപ്പും പപ്പടവും അല്ല, നല്ല ചൂടുള്ള. ഒന്ന് പറഞ്ഞു തൊലക്കട പുല്ലേ. ഉണക്ക് വെറുതെ എരിവുള്ള മറ്റേ മുളക് എടുക്കട്ടെ. അപ്പൊ നീ ഒരു തേങ്ങ ഉണ്ടാക്കിയില്ലേ? അതിന് ഇവിടെ ഉണ്ടാക്കാൻ ഒരു തേങ്ങയും ഇല്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ലോ അടുക്കളയിൽ 2 തേങ്ങ. എടാ നീ ഉണക്കിന് അങ്ങനെ വില കുറച്ചാണല്ല. ഇറച്ചി മീനും ഒന്നുമില്ലാത്ത ദിവസം പല വീടുകളിലും അവസാനം എത്തിച്ചേരുന്ന ഈ ഉണക്കിലേക്കാണ്. അപ്പം ഈ ഉണക്കി ഇങ്ങനെ എടുത്ത് കഞ്ഞിയിലൊക്കെ മുക്കി അതിങ്ങനെ കുഴച്ചിങ്ങനെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്മെൽ, ഓൾ അബൌട്ട് ദ ടേസ്റ്റ്. എൻ്റെ പൊന്ന് ചെങ്ങാതി, ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പൊരിയെങ്കിലും ഒന്ന് തിന്നോട്ടെ. എന്നാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്ത്? നാളെ വാടക കൊടുക്കണ്ട്. ഹൗസ് ഓണർ വിളിച്ചിരുന്നു. അതും കൊടുക്കാനായാ? അത് കുഴപ്പമില്ല. എന്നെ കണ്ട ഹൗസ് ഓണറുടെ മരിച്ചുപോയ മോനെ ഓർമ്മ വരുന്ന എന്ന സെൻറ്റിമെൻസിലാണല്ലോ നമുക്ക് ഈ വീടുന്നത്. ആ സെൻറ്റിമെൻസിലാണല്ലോ നമ്മൾ ഇത്രയും കാലം വാടക കൊടുക്കാതെ പിടിച്ചിരുന്നതും. നാളെ അതന്നെ പിടിക്കാം. ശരിക്കും ആ ചെക്കൻ എന്നാ സംഭവിച്ചേ? വീട്ടുകാരോട് ദേഷ്യപ്പെട്ട് വണ്ടി എടുത്ത് പോയതാ. തിരിച്ചു വന്നത് ചെക്കൻ്റെ ഡെഡ് ബോഡിയാ. പാവം. ഓനോൻ്റെ ഒടുക്കത്തെ പോയിട്ടുണ്ടാവല്ലേ? പോയവരോ പോയി, മരിച്ചവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും പോയിട്ടൊന്നുമില്ല, മരിച്ചവരൊക്കെ ഇവിടെ തന്നെ കാണും. എന്തേ പോവാത്തേന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്താ പോയത്. എന്താടാ ഡാ, നീയല്ലേ ഇന്നലെ ഒരു ത്രെഡ് ഉണ്ട് പറഞ്ഞേ, അത് പറയാം. പിന്നെ ഇന്നലത്തെ പോലെ വല്ല ഊള ലവ് സ്റ്റോറിയാന്ന് പിടിച്ച് ഞാൻ പുറത്തിടും. പറഞ്ഞേക്കാം. ഇതാവുന്നല്ല, ഇതൊരു കിടിലൻ ഹൊററാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് 3 യുവാക്കളുടെ കഥയാണ്. സിനിമ എന്ന സ്വപ്നവുമായി ഇറങ്ങിത്തിരിച്ച ഇവർ അതിലേക്കുള്ള ആദ്യ പടി എന്നോണം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. വീട്ടുകാരാൽ പുറത്താക്കപ്പെട്ട ഇവർ ഇപ്പോൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീടിനെ പറ്റി ഒരുപാട് കഥകൾ കേട്ടെങ്കിലും അവരതിലൊന്നും വിശ്വസിച്ചില്ല. എന്ത് കഥ? ആ ഹൗസ് ഓണർക്കൊരു മകനുണ്ടായിരുന്നു. 10-25 വയസ്സുള്ള ഒരു ചുള്ളൻ ചെക്കൻ. ഒരു ദിവസം വീട്ടുകാരോട് വഴക്കിട്ട് പോയ അവൻ ആകസ്മികമായി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അല്ല, മരണപ്പെട്ടതാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്ന് ആർക്കറിയാം. അവൻ്റെ ബോഡിയിൽ ആരോ മർദ്ദിച്ചതുപോലുള്ള ചില പാടുകളുണ്ടായിരുന്നു. അവൻ്റെ മരണശേഷം മാനസികമായി തളർന്ന ആ വീട്ടുകാർ അവൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. പിന്നീടാണ് അതൊരു വാടക വീടായത്. അതിനുശേഷം ഒരുപാട് പേർ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. പക്ഷേ അവരാരും തന്നെ അധികാരം അവിടെ നിന്നില്ല. അല്ല, അവൻ നിർത്തിയില്ല. ചില പ്രത്യേക രാത്രികളിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ ആ വീട്ടിലുള്ളവർ കേൾക്കും. എന്ത് ശബ്ദം? കൂട്ടിൻ്റെ ശബ്ദം, വാതിലിൽ മുട്ടുന്ന ശബ്ദം, ആരുടെയൊക്കെയോ കരച്ചിൽ. പക്ഷേ ആരും തന്നെ വാതിൽ തുറന്നു നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല. പക്ഷെ ഒരേ ഒരാൾ ഒഴിച്ച്. ആര്? ഈ യുവാക്കൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന വാടകക്കാരൻ. എന്നിട്ട് അയാൾ സത്യം എന്തെന്നറിയാനായി രാത്രി വാതിൽ തുറന്നു നോക്കിയത്രേ. പക്ഷേ പിറ്റേന്ന് നാട്ടുകാർ കാണുന്നത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന അയാളുടെ ശവശരീരമായി. പക്ഷേ അത്ഭുതം അതൊന്നും ആയിരുന്നില്ല.
അയാൾ ധരിച്ചിരുന്നത് മരണസമയത്ത് നമ്മുടെ യുവാവ് ധരിച്ചിരുന്ന അതേ കറുത്ത ജാക്കറ്റും കറുത്ത ഗ്ലൗസും. ആ വീട്ടിലേക്കാണ് നമ്മുടെ 3 നായകന്മാരും വാടകയ്ക്ക് താമസിക്കാൻ വരുന്നത്. അങ്ങനൊരു ദിവസം നല്ല ഇടിയും മഴയുള്ളൊരു ഇരുണ്ട രാത്രി. അവരവരുടെ കൊച്ചു കൊച്ചു പരാധീനതകളും ആവലാതികളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കരണ്ട് പോകുന്നു. അവരൊരു മെഴുകുതിരി കത്തിക്കുന്നു. അതിന് ചുറ്റും ഇരിക്കുന്നു. അതിലൊരാൾ മറ്റൊരുത്തനോട് രാവിലെ പറഞ്ഞ കഥയെപ്പറ്റി ചോദിക്കുന്നു. അവൻ കഥ പറഞ്ഞു തുടങ്ങുന്നു. പെട്ടെന്നൊരാൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഒരു കറുത്ത ജാക്കറ്റ് ഇട്ടിട്ട് കറുത്ത ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും ഇനി ശരിക്കും ആരോ വന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. അവൻ്റെ കോണത്തിലെ സ്റ്റോറി ഹൗസ് ഓണർ മോനെ കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇമാതിരി ഊള സ്റ്റോറിയും കൊണ്ട് നീ വരുമെന്ന്. ഏറ്റില്ല.